ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 50 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്നും ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു. സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ഭാരിക്കുമോ. ദൈവത്തിൻ്റെ കരുണയെ തൻ്റെ ജനത്തിനോട് ഓർക്കുന്ന ആ നല്ല സമയം, ആ ദൈവത്തിന് മാതാവ് അർപ്പിക്കുന്ന സ്തുതിഗീതമാണ് ഇന്നലെയും ഇന്നുമായി നമ്മൾ വായിച്ചത്. വിശുദ്ധ മറിയാമിൻ്റെ സ്തോത്രഗീതം. ഈ സ്തോത്രഗീതത്തിൽ പഴയ നിയമത്തിലെ നിരവധി വാക്യങ്ങളും നിരവധി സൂചനകളും മറിയം ഓർത്ത് നമ്മളോട് ഓരോരുത്തരോടും നമ്മുടെ കാതുകളിൽ പറഞ്ഞു തരികയാണ്. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് അമ്മ മറിയം നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു ധനമാണ് ദൈവത്തിനോടുള്ള ഭക്തിയും ദൈവത്തിനോടുള്ള ഭയവും. ഇവിടെ മാതാവ് നമ്മളോട് പറയുന്ന ഭയം, അത് ഒരു വിനീതമായ ദൈവസ്നേഹം ധാരാളമായി അനുഭവിക്കുവാനുള്ള ഒരു ദൈവത്തിലുള്ള ഒരു കീഴടങ്ങൽ. സങ്കീർത്തനക്കാരൻ 103-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. ഈ ഒരു വാക്യം, അത് എങ്ങനെയുള്ളവർക്കാണ് ഈ ദയ അനുഭവിക്കുവാൻ സാധിക്കുക എന്നുള്ളത് അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ എന്ന്. ദൈവമേ, ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ എത്രയോ സഹോദരന്മാരും സഹോദരിമാരും ദൈവത്തിനായി സമയം മാറ്റിവെക്കുവാൻ ഇല്ലാതെ ജീവിതത്തിൻ്റെ തിക്കിലും തിരക്കിലും പെട്ട് ദൈവ ഭയം പോയി, ദൈവഭക്തി പോയി, ദൈവം തന്നെ ഇല്ല എന്ന മട്ടിൽ ജീവിക്കുന്ന നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും, ദൈവമേ, നിന്നെ മനസ്സിലാക്കി നിന്നെ സ്നേഹിച്ച് ആ ദൈവത്തിന് കീഴടങ്ങി താഴ്മയുള്ള ഹൃദയത്തിനുടമയായി ജീവിക്കുവാൻ മാതാവ് നമ്മൾ ഓരോരുത്തരോടും ഇവിടെ ആവശ്യപ്പെടുകയാണ്. സദൃശവാക്യങ്ങൾ 21-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യൻ്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് യാഗത്തേക്കാൾ ഇഷ്ടം. ഗർവമുള്ള കണ്ണും അഹങ്കാര ഹൃദയവും ദുഷ്ടന്മാരുടെ പ്രൗഢിയും പാപം തന്നെ എന്ന്. ഒരു വലിയ രാജാവ്, ബാബേൽ രാജ്യത്തിൻ്റെ പ്രസിദ്ധനായ നെബൂഖദ്നേസർ രാജാവ്, ആ രാജാവ് തൻ്റെ അത്യുന്നതനായ ദൈവം തന്നിൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എഴുതിയ ഒരു അധ്യായമുണ്ട്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം. ആ അധ്യായം അവസാനിക്കുന്ന 37-ാമത്തെ വാക്യത്തിൽ ആ രാജാവ് പറയുകയാണ്, ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അവൻ്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവുമാകുന്നു. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ എന്ന്. അതെ, ഒരു അന്യമതസ്ഥനായ യഹൂദനല്ലാത്ത ഒരു വളരെ പ്രസിദ്ധനായ രാജാവ്, വളരെ
അധികം രാജ്യങ്ങൾ കീഴടക്കി വളരെ ആഡംബരത്തോടു കൂടി ജീവിച്ചിരുന്നൊരു രാജാവ്. എന്നാൽ ആ രാജാവിനെ ദൈവം ആ രാജാവിനെ കൊണ്ട് എഴുതിപ്പിക്കുന്ന ഒരു അധ്യായം, ആ അധ്യായം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഓരോരുത്തർക്കും ദൈവം തരുന്ന വലിയ ശ്രേഷ്ഠമായ സ്ഥാനങ്ങൾ, മാന്യത, ദൈവം തരുന്ന കൃപകൾ, അനുഗ്രഹങ്ങൾ, ഇതിലെല്ലാം ഒരു ലെവലേശം പോലും അഹങ്കരിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ പൂർണ്ണമായും താഴ്മയോടെ ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.